ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 21 മെയ് 2026 മാർക്കറ്റൊക്കെ കഴിഞ്ഞു. നാളെ പുതിയൊരു വീക്കെൻഡ് സെഷനാണ്. കാരണം നാളെ വെള്ളിയാഴ്ചയോട് കൂടി ഈ ആഴ്ചത്തെ ട്രേഡിംഗ് അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ചിൽ കിടന്ന് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 23,800 850 റേഞ്ചിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. അതുപോലെ 23,300 350 ലെവലുകളിൽ കൃത്യമായിട്ടുള്ള ബൈയിങ് വരുന്നു. ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റ് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. മാർക്കറ്റിന് ഇറാൻ US ഇഷ്യൂ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് എപ്പോൾ പരിഹരിക്കും എന്നുള്ളതായിരിക്കാം ഒരു തരത്തിൽ നമുക്കൊരു അൺസർട്ടനിറ്റി ആയിട്ടുള്ളത്. അതേസമയം പല റൂമേഴ്സും മാർക്കറ്റിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി യൂറോപ്യൻ പര്യടനം കഴിഞ്ഞു വന്നു. ഏതെങ്കിലും തരത്തിലുള്ള FIIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനുള്ള ടാക്സ് കൺസെഷൻ പരിഗണനയിലുണ്ടോ എന്നുള്ള സംശയം മാർക്കറ്റിലുള്ളതായിട്ടൊരു റൂമർ കിടക്കുന്നുണ്ട്. സോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവുകളോ, കാരണം FIIs കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സെൽ ഔട്ട് ചെയ്ത് പോവുകയാണ്. ടാക്സ് റെഗുലേഷനും കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു ബിഗ് ഇവൻ്റ് ആണോ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പല തരത്തിലുള്ള റൂമേഴ്സാണ് മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിവ് വരുന്നില്ല. കാരണം റുപ്പി വളരെ സർവകാല റെക്കോർഡിലാണ് നിൽക്കുന്നത്. 96 രൂപയ്ക്ക് മുകളിലേക്ക് പോയി. പക്ഷേ ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കുറച്ച് പ്രസ്താവനകൾ, അതായത് പ്രശ്നങ്ങൾ വേഗം തന്നെ തീർക്കും എന്നുള്ള പ്രസ്താവനകൾ, അതുപോലെ തന്നെ ക്രൂഡിൽ വന്നിരിക്കുന്ന ഇടിവ്, റുപ്പി കുറച്ച് റിക്കവറായി. ഇതാണ് മാർക്കറ്റിന് വലിയൊരു ആശ്വാസം എന്ന തരത്തിൽ ഇന്ന് കണ്ടത്. ഒരു ചെറിയ റാലി കണ്ടു. അതിനുശേഷം ഒരു ഹയർ ലെവലിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു അവസാന മണിക്കൂറുകളിൽ കൃത്യമായിട്ട് കണ്ടു. വീണ്ടും 23,850 ലെവലുകളിൽ പോകുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ നേരെ മറിച്ച് Q1 റിസൾട്ട് സീസണാണ്. നല്ല സ്റ്റോക്സ് റിസൾട്ടുകൾ വരുന്നതിനനുസരിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് തന്നെ നമുക്ക് സാന്താർ ടെക്നോളജിയിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. സാൻസ്റ്റാറിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കിന്ന് ഗ്രാസിം, അതുപോലെ തന്നെ സ്വിംഗ് ഓപ്ഷൻ ഗ്രൂപ്പിൽ നമുക്കിന്ന് ഗ്രാസിമിൻ്റെ വെറും 40 രൂപയ്ക്ക് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു കോള് ഇന്ന് 150 രൂപയ്ക്ക് മുകളിലേക്ക് പോയിട്ടുണ്ടായി. അങ്ങനെ ഹോൾഡിംഗ് കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എനിവേ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക്കും കൗണ്ടർ സ്പെസിഫിക്കും ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ നമ്മളെ സംബന്ധിച്ചിട്ട് റിസൾട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ സപ്പോർട്ട് സോൺ വരുന്നത് 23,350 മുതൽ 23,450 വരെയുള്ള 100 പോയിന്റ് തന്നെയാണ് സപ്പോർട്ട് സോൺ. അതേസമയം അപ്സൈഡിൽ 23,850 മുതൽ 24,000 വരെയാണ് പ്രധാനപ്പെട്ട ഹഡിൽ. 23,850 ക്ലോസ് ചെയ്താലും 24,000 എന്ന് പറയുന്ന ഹഡിൽ മാർക്കറ്റിന് മുമ്പിൽ കൃത്യമായിട്ട് നിൽക്കുകയാണ്. നാളെ 144 കമ്പനികൾ റിസൾട്ടുകൾ വരുന്നുണ്ട്. അതിൽ ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള ഹിൻഡാൽകോ, സൺഫാർമ, ഫോർട്ടിസ്, അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ്, NTPC ഗ്രീൻ, ഇൻഫോ എഡ്ജ്, ടൊറന്റ് ഫാർമയുണ്ട്. ടൊറന്റ് ഫാർമയിലും ഫോർട്ടിസിലൊക്കെ നല്ല രീതിയിലുള്ള സൺഫാർമയിലൊക്കെ മൂവ്മെന്റ് കാത്തിരിക്കുകയാണ്. സൺഫാർമ ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതുതന്നെ മിഡ് ക്യാപ്പിലെ കോൾഗേറ്റ്, റാംകോ സിമെന്റ്, നാരായണ ഹൃദയാലയ പോലുള്ള